ആ സ്ഥലം എടുത്തങ്ങ് തന്നാൽ ഞാനിപ്പോൾ എയിംസ് തുടങ്ങും. ഇത് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ഈ ആലപ്പുഴക്കാരെ പൊട്ടന്മാരാക്കാൻ പറ്റും. ഈ തൃശ്ശൂരൊന്നും അല്ല കേട്ടോ, അത് മനസ്സിലായിക്കോണം. ഈ ആലപ്പുഴ ജില്ലയിൽ നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ജില്ലയാണ്. ഇവിടെ വന്നിട്ട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പായിട്ടും വേഷം കിട്ടുമൊന്നും വേണ്ട. അത് ഈ ജില്ലയിലെ ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാനോ നല്ല ബോധം ഉണ്ടോന്നത്. കേരളത്തിന് എയിംസ് വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ വേണമെന്നുള്ളത് സംബന്ധിച്ച് എയിംസ് തരാൻ തയ്യാറാണെങ്കിൽ അത് സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ബഹുമാന്യായ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബഹുമാന്യായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെട്ടതാണ് കേരളത്തിന് എയിംസ് വേണം. ഗോവയ്ക്ക് പോലും ഉണ്ട് എയിംസ്. എന്തേ കേരളം തരാത്തതെന്ന് പറഞ്ഞാൽ നമ്മളോട് കാണിക്കുന്ന ഈ നീതി നിഷേധം അത് ശരിയല്ല. കേരളത്തോട് വലിയ അവഗണനയാണ് എയിംസ് തരാത്തതിൻ്റെ ഭാഗമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് പല സന്ദർഭങ്ങളിൽ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആരോഗ്യമന്ത്രിയോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എയിംസ് തരും, സംസ്ഥാനം അതിനാവശ്യമായ സ്ഥലം കൊടുക്കണം എന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്ര സ്ഥലം വേണമെങ്കിലും കൊടുക്കാം എന്ന് ഉറപ്പ് നൽകി. 200 മുതൽ 250 അല്ലെ 300 ഏക്കർ വരെ സ്ഥലം കേരളത്തിൽ അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. സൗജന്യമായി ആ സ്ഥലം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാണ്. ആദ്യം ചെയ്യേണ്ടത് കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുക. ബഹുമാനായ സുരേഷ് ഗോപി ഈ തട്ടുപൊളിപ്പൻ രാഷ്ട്രീയം കളിക്കരുത്. ആലപ്പുഴ ജില്ലയാണെന്നുള്ള ധാരണയും വേണം. എന്തിനാ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വന്നിട്ട് ഇപ്പോൾ ഈ പേര് വരുന്നത്? ആലപ്പുഴ ജില്ലയിൽ എയിംസ് കൊണ്ടുവരാൻ വേണ്ടി ഒരു ആത്മാർത്ഥത കൊണ്ടല്ല, ഒരാത്മാർത്ഥത കൊണ്ടുമല്ല. ഞങ്ങൾക്കറിയാം. കാരണം ഇത് ആലപ്പുഴ ജില്ലയിൽ കൊണ്ടുവരാൻ വേണ്ടി ലക്ഷ്യമിട്ടാണെങ്കിൽ അനുമതിയില്ല. ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ഞങ്ങൾ അനുവദിച്ചു. സ്ഥലത്തെപ്പറ്റി അന്നേരം ആലോചിച്ച പോലെ, അതിനുള്ള സ്ഥലം കണ്ടെത്താൻ അപ്പം ആലോചിച്ച പോലെ. നിങ്ങൾ ആദ്യം അനുവദിക്കൂ. നിങ്ങളതിനെ നാട് മുഴുവൻ നടന്നുകൊണ്ട് ഇത് പറയേണ്ട കാര്യം. അപ്പോൾ നാട് മുഴുവൻ നടന്നിട്ട് അതേ ഇങ്ങനെ പറയുകയാണ് എയിംസ് ആലപ്പുഴയ്ക്ക് തരാം. ആലപ്പുഴ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ തൃശ്ശൂരോട്ട് കൊണ്ടുപോകും. തൃശ്ശൂർ കൊണ്ടി എടുത്തു, ഇപ്പോൾ ആലപ്പുഴ എടുക്കാൻ വരിക. എനിക്കത് മനസ്സിലായില്ല അതെങ്ങനെ വരുന്നത്. ഇത് പിന്നെ വഴി കിടക്കുന്ന സാധനമാണ്. അപ്പോൾ ആദ്യം കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്രമന്ത്രിയും ചെയ്യേണ്ടത് കേരളത്തിന് എയിംസ് അനുവദിക്കുക. അതാണ് ചെയ്യേണ്ടത്. അത് അനുവദിച്ചു കഴിഞ്ഞാൽ സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ് സൗജന്യമായി. ആ സ്ഥലം കൊടുക്കാമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാക്ക് പറഞ്ഞു കഴിഞ്ഞു. സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സംസ്ഥാനമെന്ന നിലയിൽ ഇവിടെ പ്രാദേശികവാദം പാടില്ല. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കാണിക്കുന്നത് ഭിന്നിപ്പിൻ്റെ ഒരു സ്വരവിനകത്തുണ്ട്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് പറ്റാത്തത്? ആലപ്പുഴ മാത്രമേ ഉള്ളൂ. നമുക്ക് ആലപ്പുഴയുടെ സ്നേഹമുണ്ട്. ഞാൻ ആലപ്പുഴക്കാരൻ, ആലപ്പുഴ എന്നുള്ള MLA ആണ്, മന്ത്രിയാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആലപ്പുഴ പോലെ എനിക്ക് കേരളത്തിലെ 13 ജില്ലകളും മറ്റ് 13 ജില്ലകളും പ്രാധാന്യമുള്ള ആളാണ് ഞങ്ങളെല്ലാം അങ്ങനെ കാണുന്നത്. കോട്ടയത്ത് എയിംസ് വന്നാൽ എന്താ ആലപ്പുഴക്കാർ പ്രയോജനമില്ല? എറണാകുളത്ത് വന്നാൽ എന്താ പ്രയോജനമില്ല? കോഴിക്കോട് വന്ന പ്രയോജനമില്ല? കേരളത്തിൻ്റെ എവിടെ വന്നാലും. പക്ഷേ ഇതിന് വേണ്ട എന്താ? 15 ഏക്കർ സ്ഥലം മതി എന്നാണ് ഒരു മന്ത്രി പറയുന്നത്. മനസ്സിലായില്ല. ഇതെന്താ പിന്നെ താലൂക്ക് ആശുപത്രിയാണ്. എന്നിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. നമ്മുടെ സിനിമ പറഞ്ഞ സ്ഥലം മറ്റേ ആലപ്പുഴ, അവിടെ എല്ലാം കൂടി 15 ഏക്കർ 10 ഏക്കർ കണ്ടുള്ളൂ. ആ സ്ഥലം എടുത്തങ്ങ് തന്നാൽ ഞാനിപ്പോൾ എയിംസ് തുടങ്ങും. ഇത് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ഈ ആലപ്പുഴക്കാരെ പൊട്ടന്മാരാക്കാൻ പറ്റും. ഈ തൃശ്ശൂരൊന്നും അല്ല കേട്ടോ, അത് മനസ്സിലായിക്കോണം. ഈ ആലപ്പുഴ ജില്ലയിൽ നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ജില്ലയാണ്. ഇവിടെ വന്നിട്ട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പായിട്ടും വേഷം കിട്ടുമൊന്നും വേണ്ട. അത് ഈ ജില്ലയിലെ ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാനോ നല്ല ബോധം ഉണ്ടോന്നത്. ഇപ്പോൾ കുട്ടനാട്ടിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി എന്തോ ഒരു ആളിൻ്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ കാർഷിക മേഖല അങ്ങ് പരിശോധിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഈ 11 വർഷത്തിനിടെ കുട്ടനാടിന് 1 പൈസ കൊടുത്തോ? അപ്പം ശബരിമലയ്ക്ക് 1 പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം മറുപടി ഇല്ലല്ലോ. ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ശബരിമലയ്ക്ക് നിങ്ങൾ 1 രൂപ കൊടുത്തോ? പറ. നിങ്ങൾ ശബരിമല ഭക്തന്മാരുടെ പേര് പറഞ്ഞാണല്ലോ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വരുന്നത് എന്ന ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. നിങ്ങൾ കുട്ടനാടിന് 1 രൂപ കൊടുത്തോ? അതായത് കടലിനേക്കാൾ താഴെ നിൽക്കുന്ന ഒരു സ്ഥലം, ഏത് സമയത്തും പിന്നെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലം, കൃഷിക്കാർക്ക് എപ്പോഴും പ്രതിസന്ധിയുള്ള സ്ഥലം, നിങ്ങൾ 1 രൂപയുടെ സഹായം തന്നോ കേരളത്തിന്, ഈ കുട്ടനാടിന് വേണ്ടി? 2018 പ്രളയം വന്നു. ഈ കുട്ടനാട്, അപ്പർ കുട്ടനാട്, എൻ്റെ വണ്ടരമടക്കം എല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി. നിങ്ങളൊരു 10 പൈസയുടെ സഹായം ചെയ്തോ? നിങ്ങൾ 2018 പ്രളയം വന്നപ്പോൾ തകർന്നുപോയ കുട്ടനാടിനെയും അപ്പർ കുട്ടനാടിനെയും പുനർജീവിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സഹായം വന്നപ്പോൾ നിങ്ങൾ തടഞ്ഞവരാണ്. സുരേഷ് ഗോപിയുടെ പാർട്ടിയാണ് തടഞ്ഞത്. എന്നിട്ട് അത് പറയട്ടെ. ഇന്ത്യ രാജ്യത്തുനിന്ന് 1 രൂപയുടെ സഹായം ഞങ്ങൾ തന്നോ? ഇപ്പോൾ വയനാട് പ്രശ്നമുണ്ടായി, 1 രൂപയുടെ സഹായം രാജ്യത്ത് ഗവൺമെൻറ് തന്നോ? ബഹുമാനപ്പെട്ട കോടതി എത്ര പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റേറ്റിനെ സഹായിക്കുന്നില്ല? 1 രൂപയുടെ സഹായം തരാതെ
അവിടുത്തെ കേന്ദ്ര സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളെ കൊണ്ടുവന്നിട്ട് പിന്നെ BJP നേതാക്കന്മാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ജില്ലയിൽ വരുമ്പോൾ ഈ ജില്ലയിലെ കൃഷിമന്ത്രി അറിയണ്ടേ, ഈ ജില്ലയിലെ മറ്റൊരു മന്ത്രി ഞാൻ അറിയണ്ടേ, കുട്ടനാട് MLA അറിയണ്ടേ, ഇവിടുത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള ജനപ്രതിനിധി അറിയണ്ടേ, ജില്ലാ പഞ്ചായത്ത് അറിയണ്ടേ, ബ്ലോക്ക് അറിയണ്ടേ, ഗ്രാമപഞ്ചായത്ത് ആരും അറിയാതെ രഹസ്യമായിട്ട് വന്നിട്ട് കുട്ടനാടിൻ്റെ കൃഷിക്കാരൻ്റെ മുമ്പിൽ പുതിയൊരു സാധനം ഇറക്കുക. ഏത് കുട്ടനാടിനെ ഞങ്ങളിപ്പോൾ അങ്ങ് മുത്തിയെടുക്കും, കുട്ടനാടിനെ ഞങ്ങൾ മുത്തിയെടുക്കാൻ പോവുക, എയിംസ് കൊണ്ടുവന്ന് നടത്താൻ പോവുക. ഇതൊന്നും ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ നല്ല വികസനം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാം, ആലപ്പുഴ ജില്ലാ മെഡിക്കൽ കോളേജ് ഗംഭീരമാക്കി, ജില്ലാ ആശുപത്രി ഗംഭീരമാക്കി, ആലപ്പുഴ ജില്ലയിലെ PHSകൾ CHSകൾ ഫാമിലി ഹെൽത്ത് സെൻ്റർ എല്ലാം ഗംഭീരമാക്കി. കുട്ടനാട് പാക്കേജ് ഞങ്ങൾ പ്രഖ്യാപിച്ച് ഏറ്റവും കൂടുതൽ പണം ഞങ്ങൾ കുട്ടനാട് കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പണം നിങ്ങൾ നോക്കൂ. പിന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഉൾപ്പെടെ കുട്ടനാടിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം കൊടുത്തിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് 10 വോട്ട് കിട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വ്യവസ്ഥാപിതമായ ഭരണഘടനാപരമായ മാനദണ്ഡങ്ങളുണ്ട്. ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കേണ്ടത്, അല്ല BJPയുടെ പ്രാദേശിക നേതാക്കന്മാരോട് സംസാരിക്കേണ്ടത്. കുട്ടനാടിന് 1 പൈസ കൊടുക്കാത്തവരിപ്പോൾ ന്യായം പറയുക, ശബരിമലയ്ക്ക് 1 പൈസ കൊടുക്കാത്തവരിപ്പം കണ്ണുനീരൊഴുക്കുക. എയിംസ് ഇന്ന് വരെ തരാതെ, ഗോവയ്ക്ക് വരെ എയിംസ് കൊടുത്തു, ഇന്ന് വരെ ഒരു ആ സ്ഥാപനം കേരളത്തിന് അനുവദിക്കാതെ, കേരളത്തിന് ആവശ്യം ചോദിച്ചിട്ട് ഞങ്ങൾ സ്ഥലം തരാം എന്ന് പറഞ്ഞിട്ടും തരാത്തവർ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുതരും എന്ന് പറഞ്ഞാൽ അതൊക്കെ മണ്ടന്മാരുടെ നാട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ മണ്ടന്മാരൊന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായിക്കോളും.